ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. ഇളം ചൂടോടെ കഴിക്കേണ്ട ഒരു സ്നാക്ക് റെസിപ്പി. എന്താണ് ഇളം ചൂടോടെ എന്ന് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മിക്കവാറും ഞാൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ പറയാറുണ്ട് ചൂട് കംപ്ലീറ്റ് മാറിയിട്ട് കഴിക്കാമെന്നുള്ളത്. അല്ലെങ്കിൽ ചില റെസിപ്പികൾ ചൂട് കംപ്ലീറ്റ് മാറിയിട്ട് കഴിക്കാമെന്ന് പറയാറുണ്ട്. പക്ഷേ ഇതൊരു ഇളം ചൂടോടെ കഴിച്ചാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്, അതിലേക്കായിട്ട് ഒരു 2 ടീസ്പൂൺ തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്, ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്, 1 സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് വ്യത്യാസം വരുത്താം. പിന്നെയുള്ള ഇൻഗ്രീഡിയൻസ് ഓപ്ഷനിലാണ്, താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ആദ്യം നമുക്ക് ഈ പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പഴം നമുക്ക് 2 രീതിയിൽ കട്ട് ചെയ്യാം. ഞാനിതിപ്പോൾ റൗണ്ടിലാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 4 ആയിട്ട് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ റൗണ്ടിൽ ചെറിയ പീസുകളായിട്ട് കനം കുറച്ച് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഇതാകുമ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവും. ചെറുതായിട്ട് കട്ട് ചെയ്താലും ഉണ്ടാക്കി കഴിയുമ്പോൾ കാണാൻ ഭംഗി ഉണ്ടാവും. അപ്പോൾ എല്ലാ റെസിപ്പീസും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പഴം വേണമെന്നുണ്ടെങ്കിൽ പഴത്തിൻ്റെ എണ്ണം കൂട്ടുന്നതനുസരിച്ച് മുട്ടയുടെ എണ്ണം കൂട്ടുക കേട്ടോ. പിന്നെ വേണ്ടത് ഏലക്കപ്പൊടിയാണ്. ഏലക്കപ്പൊടി നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. കാഷ്യൂനട്ടും റൈസിൻസും ഒക്കെ ആവശ്യമാണെങ്കിൽ മാത്രം ചേർക്കുക, ആവശ്യമില്ലെങ്കിൽ ചേർക്കണം എന്നില്ല. അപ്പോൾ നമ്മുടെ പഴം ഇതാ കട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഈ ബൗളിലേക്ക് മാറ്റാം. കണ്ടോ, ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. വളരെ ഈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങളത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്തു നോക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കട്ടെ. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഇത്ര നെയ്യ് വേണം എന്നുണ്ടെങ്കിൽ ചേർക്കാം, ഇതിലും കുറവ് മതി എന്നുണ്ടെങ്കിൽ കുറവ് ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസം വരുത്താം. ഞാനിപ്പോൾ കുറച്ച് നെയ്യേ ചേർത്തിട്ടുള്ളൂ. ഇതിലേക്ക് വളരെ ചെറിയ അളവിൽ കാഷ്യൂനട്ട്, നെയ്യ് നന്നായിട്ട് ചൂടാവേണ്ട, അതിന് മുന്നേ തന്നെ കാഷ്യൂനട്ട് ചേർക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാഷ്യൂനട്ടിൻ്റെ കളറ് മാറിപ്പോകരുത്. അതുകൊണ്ട് നമ്മളൊന്ന് ലൈറ്റായിട്ട് നെയ്യ് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുക. കാഷ്യൂനട്ട് ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് റൈസിൻസ് ആഡ് ചെയ്യാം. റൈസിൻസിൻ്റെയും അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇത് ആദ്യം ചെയ്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ ഈ ഒരു റംസാൻ നോയമ്പ് ടൈമിലൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. റംസാൻ്റെ സമയത്തൊന്നല്ല, എപ്പോഴും ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാവുന്ന ഒരു സ്നാക്കാണ്. ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ്. നെയ്യ് ചേർക്കുന്നത് കുട്ടികൾക്ക് കുഴപ്പമില്ല. വലിയ ആളുകൾക്ക് കൊളസ്ട്രോൾ പ്രോബ്ലം ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ നെയ്യ് ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ അവർക്ക് ഈ ഒരു സ്നാക്ക് നമുക്ക് ഒഴിവാക്കേണ്ടി വരും. നെയ്യ് ചേർക്കാതെ ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ റൈസിൻസും കൂടി ഒന്ന് കുക്കായി വരട്ടെ. കാഷ്യൂനട്ടിൻ്റെ കളർ മാറിപ്പോവാതെ നമ്മൾ കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാഷ്യൂനട്ടിൻ്റെ കളർ മാറിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് കാണാനും അത്ര ഭംഗി ഉണ്ടാവില്ല. കഴിക്കുമ്പോൾ ഒരു കയ്പ്പ് ടേസ്റ്റും വരും, കളർ ഒരുപാട് മാറിയാൽ. അപ്പം നമ്മുടെ റൈസിൻസൊക്കെ ഒന്ന് കുക്കായി തുടങ്ങുന്നുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതേ പാനിൽ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടി നെയ്യ് ചേർക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ഉണ്ടല്ലോ, ആ പഴം ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുക കേട്ടോ. വലിയ ബർണറാണെങ്കിൽ, ചെറിയ ബർണറാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുക. പഴം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. പഴം എല്ലാം ഒന്ന് കുക്കായി കിട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുന്നത്. ഇതുപോലെ പരന്ന പാൻ എടുക്കായിരിക്കും നല്ലത്. അപ്പോൾ ഇതൊന്ന് കുക്കായി തുടങ്ങട്ടെ. ഞാനൊരു ഫോർക്ക് ഉപയോഗിച്ച് ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് കൊടുക്കട്ടെ. ഫോർക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. നമുക്കിതുപോലെ 2 ആയിട്ട് മാറ്റിയിടാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്തപ്പോൾ ഒറ്റ ഇതിൽ കട്ട് ചെയ്ത് പോയതല്ലേ, അതുകൊണ്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട്. അപ്പോൾ നമ്മളെല്ലാം സ്പ്രെഡ് ചെയ്തിട്ട് കഴിഞ്ഞു. ഇനി ഇതൊന്ന് ഇടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴത്തിൻ്റെ ഒരു സൈഡ് ഇത് കണ്ടോ കളർ മാറി വരുന്നത്. ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിടുമ്പോൾ വേഗം തന്നെ കളർ മാറി വരും. അപ്പോൾ അടുത്ത സൈഡിലേക്ക് ഒന്ന് തിരിച്ചിട്ട് റെഡിയാക്കി എടുക്കുക. ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് ബ്രൗൺ ഷെയ്ഡ് ആയി വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി തിരിച്ച് മറിച്ചൊക്കെ ഇട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ പഴമൊക്കെ ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. നമ്മളൊന്ന് ഇളക്കി വീണ്ടും മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതും ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഇതേ പാനിലേക്ക് തന്നെ തേങ്ങ ചേർത്ത് കൊടുക്കാൻ പോവാണ്. തേങ്ങയുടെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കാം. തേങ്ങ ഒന്ന് ലൈറ്റായിട്ട് ചൂടായി വന്നാൽ മതി കേട്ടോ. ഒരുപാട് കളർ മാറൊന്നും വേണ്ട. ആ ഏലക്കപ്പൊടിയും തേങ്ങയും ഒക്കെ കൂടെ ഒന്ന് മിക്സ് ആയി വരട്ടെ.
പഴത്തിൻ്റെ കൂടെ തേങ്ങ ഇട്ടിട്ടുണ്ടെങ്കിൽ ചൂടായി വരാൻ സമയം എടുക്കും. അപ്പോൾ പഴത്തിൻ്റെ കളർ മാറും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ രണ്ടായിട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ പഴം ഇട്ട് കൊടുക്കാം. പഴം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം. പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. നിങ്ങൾക്ക് നെയ്യ് കൂടുതലായിട്ട് വേണം എന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു സൈഡിലേക്ക് നീക്കി വയ്ക്കാം. ഇതുപോലൊരു സൈഡിലേക്ക് നീക്കി വെച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരുന്ന മുട്ട ഉണ്ടല്ലോ, മുട്ട പൊട്ടിച്ചൊഴിക്കണം. അതിനായിട്ട് ചെറിയൊരളവിൽ നെയ്യൊന്ന് ചേർത്ത് കൊടുക്കുക. ചെറിയ അളവിൽ മതി. ഇനി ഈ മുട്ടയൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഈ പഴം ഒതുക്കി വെച്ചത് മുതൽ ലോ ഫ്ലെയിമിലാണ് എല്ലാം ചെയ്യുന്നത്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ആ മുട്ടയുടെ ഫ്ലേവർ എടുത്ത് നിൽക്കാതിരിക്കാനാണ് നമ്മൾ ഈ ഏലക്കപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്തത്. ഇല്ലെങ്കിൽ 1/4 ടീസ്പൂൺ മതി. മുട്ട ചേർക്കുന്നില്ലെങ്കിൽ 1/4 ടീസ്പൂൺ മതി. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി ഫ്ലെയിം കൂട്ടി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച കാഷ്യൂനട്ടും റൈസിൻസും ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്കിൻ്റെ പരിപാടി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു സ്നാക്ക് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നന്നായിട്ട് ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും മധുരം ഇഷ്ടപ്പെടുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ കണ്ടോ, ഈസി സ്നാക്ക് റെഡിയായി. ഒരു ഏത്തപ്പഴവും കുറച്ച് തേങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്നാക്കൊക്കെ റെഡിയാവും. ഇനി ചൂടോടുകൂടി തന്നെ കഴിക്കുക. ഇളം ചൂടോടുകൂടി കഴിക്കുക. തണുത്ത് കഴിഞ്ഞിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ, ചൂട് മാറി കഴിഞ്ഞിട്ട് കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഇളം ചൂടിൽ കഴിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.